Good morning. ഇന്നലെ നമ്മൾ ക്വാഡ്രാഷസ് ലോ ലാണ് നിർത്തിയത്. ഈ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോളിറ്റിക് സെൽസും ഇലക്ട്രോളിസിസിന്റെ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രോളിറ്റിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന സെല്ലാണ് ഇലക്ട്രോളിറ്റിക് സെൽ. ഈ ഇലക്ട്രോളിറ്റിക് സെല്ല് ലാബിലും കെമിക്കൽ ഇൻഡസ്ട്രിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും സിംപ്ലസ്റ്റ് ഇലക്ട്രോളിറ്റിക് സെൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് 2 കോപ്പർ സ്ട്രിപ്സും പിന്നെ ഡിപ്പിംഗ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. ഒരു കോപ്പർ സൾഫേറ്റിൽ 2 കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്യുക. ഇനി ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് വെച്ച് 2 ഇലക്ട്രോഡ്സിൽ ആ 2 ഇലക്ട്രോഡ്സിലും DC വോൾട്ടേജ് അപ്ലൈ ചെയ്ത കോപ്പർ 2+ അയോൺസ് കാത്തോഡിൽ ഡിസ്ചാർജ് ചെയ്യും. അപ്പം നമുക്കൊരു റിയാക്ഷൻ കിട്ടും. ആ റിയാക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് Cu2++2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ. അപ്പോൾ കോപ്പർ മെറ്റല് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ആയി. ഇനി ആനോഡിൽ എന്താ സംഭവിക്കുക? കോപ്പർ 2+ അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ അതായത് കോപ്പർ ആനോഡിൽ ഡിസോൾവ്ഡ് ഓർ ഓക്സിഡൈസ്ഡ് അറ്റ് ആനോഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് റെഡ്യൂസ്ഡ് അറ്റ് കാത്തോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. This is the basis for an industrial process in which impure copper is converted into copper of high purity. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ചില മെറ്റൽസിന്റെ ഇമ്പ്യൂരിറ്റി നമ്മൾ മാറ്റുന്നത്. ഇവിടെ ശരിക്കും കോപ്പർ ആനോഡിൽ ഡിസോൾവ് ചെയ്യും. ആ കോപ്പർ പോയിട്ട് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമ്പ്യൂർ കോപ്പറിനെ കോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഇലക്ട്രോളിറ്റിക് സെൽ ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഇമ്പ്യൂർ കോപ്പറിനെ പ്യൂർ കോപ്പർ ആക്കാൻ. Impure copper is made an anode that dissolves on passing current and pure copper is deposited at the cathode. ഇനി മെറ്റൽസ് കോപ്പറിനെ പോലെ തന്നെ സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം ഒക്കെ ഇലക്ട്രോണിക് കെമിക്കൽ റിഡക്ഷൻ വഴി ഇമ്പ്യൂരിറ്റി കളഞ്ഞിട്ട് ഇങ്ങനത്തെ കാറ്റയോൺസ് ആക്കിയിട്ട് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. പ്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോഡിയം, മെഗ്നീഷ്യം produced by electrolysis of their fused chlorides and aluminum is fused chlorides. Sodium, magnesium അതിന്റെ ക്ലോറൈഡ്സ് ആയിട്ടാണ് ഇലക്ട്രോളിസിസിൽ ഉപയോഗിക്കുക. അതിന്റെ ക്ലോറൈഡ്സുമായിട്ട് ആണ് ഇലക്ട്രോളിസിസ് ആയിട്ട് ഉപയോഗിക്കുക. സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, അതുപോലെ അതിൽ സോഡിയം ഇലക്ട്രോഡും മെഗ്നീഷ്യം ഇലക്ട്രോഡും ഡിപ്പ് ചെയ്യുക. അങ്ങനെ. ഇനി അലുമിനിയം എങ്ങനെയാണ് ഉപയോഗിക്കുക വെച്ചാൽ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ക്രയോലൈറ്റ്. ഇതൊക്കെ നിങ്ങൾ 12th ഈ +2 തന്നെ യൂണിറ്റ് 6 ഡീപ്പായിട്ട് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫാരഡേസ് ഇലക്ട്രോളിസിസിനെ കുറിച്ച് പഠിക്കാം. ക്വാണ്ടിറ്റി ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. Michael Faraday was the first scientist who described the quantitative aspects of electrolysis. Electrolysis in quantitative aspects first described ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. ഫാരഡേയുടെ 2 ലോ ഉണ്ട്. After this extensive investigation on electrolysis of solutions and melts of electrolytes, Faraday published his results during 1833 and 34 in the form of following well-known Faraday's 2 laws of electrolysis. അതായത് 2 ലോയിലൂടെയാണ് അദ്ദേഹം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് കൊണ്ടുവന്നത്. ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. Amount of chemical reaction which produced at any electrode during electrolysis by a current. അപ്പോൾ ഒരു ഇലക്ട്രോളിസിസിൽ കറണ്ട് ഇലക്ട്രോഡിൽ കൊടുക്കുമ്പോൾ എത്ര കെമിക്കൽ റിയാക്ഷൻ നടന്നു, എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് occurs, അത് is proportional to the quantity of electricity passed through the electrolyte. ഇലക്ട്രോലൈറ്റിൽ പാസ് ചെയ്ത കറണ്ടിന് ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് ലോ. അതായത് എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. സിംപ്ലസ്റ്റ് ഫോമിലാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്?
amount of different substances liberated by the same quantity of electricity passing through the electrolytic solution are proportional to their chemical equivalent weights. എത്ര സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്തു, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് by the same quantity of electricity is directly proportional to the chemical equivalent weights. എന്താണ് chemical equivalent weights എന്ന് പറഞ്ഞാൽ atomic mass by a mass of the metal divided by number of electrons required to produce the cation. അതായത് ഇപ്പോൾ സോഡിയം ആണെങ്കിൽ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ഡിവൈഡ് ചെയ്ത് സോഡിയത്തിന്റെ സാധാരണ ഉണ്ടാകുന്ന കാറ്റയൺ Na+ion ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയൺ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണോ ആവശ്യമായത് അത് ഡിവൈഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി there was no constant current sources available during Faraday's times. കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് ഫാരഡേസിന്റെ ടൈംസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറൽ പ്രാക്ടീസ് ആയിട്ട് കൂളോമീറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോളിറ്റിക് സെല്ല് ഉപയോഗിച്ചിരുന്നു ഫോർ ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ഫ്രം ദ എമൗണ്ട് ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റഡ് ഓർ കൺസ്യൂംഡ്. അപ്പോൾ എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു ഫ്രം ദ എമൗണ്ട് ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റഡ് ഓർ കൺസ്യൂംഡ്, അത് കാരണം മെറ്റൽ എത്ര ഡെപ്പോസിറ്റ് ആയി കൺസ്യൂം ആയി എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഒരു കൂളോമീറ്റർ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് സാരം. ഇനി വി നൗ ഹാവ് കോൺസ്റ്റന്റ് കറണ്ട് ഐ സോഴ്സസ് അവൈലബിൾ. ഇപ്പോൾ അതായത് അന്നത്തെ കാലത്ത് കോൺസ്റ്റന്റ് കറണ്ട് ഉണ്ടായിരുന്നില്ല, കൂളോമീറ്റർ ആണ് ഉപയോഗിച്ചത്. ഇന്ന് കോൺസ്റ്റന്റ് കറണ്ട് ഉണ്ട്, അതിന് ഐ എന്ന് പറയുന്നു. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ക്യൂ എന്ന് പറയുമ്പോൾ Q is equal to IT എന്ന ഒരു ഫോർമുല നമുക്ക് ഇതിൽ നിന്ന് കിട്ടി, ഫാരഡേസിന്റെ ലോസിൽ നിന്ന് കിട്ടി. അപ്പോൾ I എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആംപിയറും T എന്ന് പറയുന്നതിന്റെ സെക്കൻഡും. ഇനി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, അതായത് എത്ര ഇലക്ട്രിസിറ്റിയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ആവശ്യമുള്ളത് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോഷിയോമെട്രിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓഫ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. എന്താണ് സ്റ്റോഷിയോമെട്രി? നമ്മൾ സ്റ്റോഷിയോമെട്രി ഒക്കെ ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ പഠിച്ചു. H2O എന്ന് പറയുമ്പോൾ 2H2 + O2 ആണ് H2O, 2H2O പറയും. അപ്പോൾ 2H2 + O2 പറഞ്ഞു വെച്ചാൽ 2:1 ആണ് അതിന്റെ സ്റ്റോഷിയോമെട്രി. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് Ag++ ഇലക്ട്രോൺ ഗിവ്സ് Ag എന്നാണ് പറയുന്നത്. അപ്പോൾ 1 mole of electron is required for the reduction of 1 mole of silver ions. ഒരു സിൽവർ അയോൺസിനെ റിഡക്ഷൻ ചെയ്യാനുള്ള ആവശ്യമുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മോളാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ പറഞ്ഞു സോഡിയം അയോൺ ആക്കണമെങ്കിൽ എന്താ വേണ്ടത്, 1 ഇലക്ട്രോണ് പോകണം അല്ലേ. അപ്പോൾ ഒരു സോഡിയം അയോൺസിന് എത്ര മോൾ ഇലക്ട്രോൺസ് ആണ് വേണ്ടത്? 1 മോൾ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 23 ആണ് സോഡിയത്തിന്റെ എന്ന് വിചാരിക്കണം അറ്റോമിക് മാസ്. ഒന്ന് നെറ്റിൽ നോക്കുക. അത് ബൈ 1 എന്ന് പറയുമ്പോൾ അതായിരിക്കും അതിന്റെ ഈക്വലന്റ് മാസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ Ag എന്ന് പറയുമ്പോൾ Agയുടെ അറ്റോമിക് മാസ് നോക്കുക ബൈ 1 ഇലക്ട്രോൺ, അതായിരിക്കും അതിന്റെ ഈക്വലന്റ് മാസ്. അപ്പോൾ ഇനി ഇവിടെ ചാർജ് ആണ്. ചാർജ് ഓൺ 1 ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 10th ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജ് ഓൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്, ഒരു മോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 96,487 കൂളം മോൾ റേസ് ടു -1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെയാണ് ഫാരഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഫാരഡേ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ സിമ്പിൾ F. ഇതിനെ നമ്മൾ 96,487 റൗണ്ട് ചെയ്തിട്ട് 96,500 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കൂ. Mg2 + 2 ഇലക്ട്രോൺ ഗിവ്സ് Mg, Al3 + 3 ഇലക്ട്രോൺ ഗിവ്സ് Al. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആണ്, ഇവിടെ 3 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 3 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 2 മോൾ ഓഫ് ഇലക്ട്രോൺ, 3 മോൾ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഫസ്റ്റ് എംജിയുടെ കേസിൽ എത്ര ഫാരഡ് ആണ് എന്ന് ചോദിച്ചാൽ 2F ആണ്
farad required. ഇത് ജസ്റ്റ് 2 മോൾ ആണെങ്കിലാണ് 2F എന്ന് പറയുന്നത്. അപ്പോൾ 2F ആണ് Mgയുടെ കേസിൽ, 3F ആണ് അലുമിനിയത്തിന്റെ കേസിലുള്ള amount of quantity of electricity എന്ന് പറയുന്നത്. It is obvious that one mole of Mg2 plus and Al3 plus require 2 mole of electrons and 3 moles of electrons, അതായത് 2F and 3F respectively. For charge passed through the electrolytic cell during electrolysis is equal to the product of current in amperes and time in seconds. നമ്മൾ പഠിച്ചു Q is equal to IT ആണെന്ന് പഠിച്ചു അല്ലേ? Q is equal to IT. Charge passed through the electrolytic cell during electrolysis is equal to the product of current in amperes and time in seconds. അപ്പോൾ commercial production of metals ന് current എന്ന് പറയുന്നത് 50,000 amperes ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ are used that amounts to about 0.518 F per second. അപ്പോൾ 50,000 amperes ഒക്കെ ഉപയോഗിക്കുമ്പോൾ amount of electricity എന്ന് പറയുന്നത്, quantity of electricity യൂസ് ചെയ്യുന്നത് 0.518 farad ആണ് per second ഉപയോഗിക്കുന്നത് commercial production of metals. ഇനി ഒരു കണക്ക് ചെയ്യാം. A solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 amperes. What is the mass of copper deposited at the cathode? അപ്പോൾ ഇവിടെ പറയുന്നത് 10 minutes ആണ്. 10 minutes ആണ്. അപ്പോൾ സെക്കൻഡ്സിലേക്ക് ആക്കുക. അപ്പോൾ എങ്ങനെയാണ് ആക്കുക? 10 minutes സെക്കൻഡ്സിലേക്ക് 60 into 10. അപ്പോൾ Q equal to IT നമുക്ക് ചെയ്യാൻ പറ്റും. Q പറയുന്നത് ചാർജ്. ഇവിടെ I എത്രയാണ് തന്നിരിക്കുന്നത്? 1.5 ആംപിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ആംപിയർ ഇൻറ്റു 600 സെക്കൻഡ്സ് കിട്ടുമ്പോൾ 900 കൂളംബ് ആണ് ചാർജ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു ദ റിയാക്ഷൻ, കോപ്പർ കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചു. കോപ്പർ 2 plus 2 ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു Cu. കോപ്പർ അതായത് 2 ഇലക്ട്രോൺസ് ആണ്, 2 മോൾ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ആവശ്യം. അപ്പോൾ 2 മോൾസ് എന്ന് പറയുമ്പോൾ 2F ആണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അപ്പോൾ 2 into 96,500 ചെയ്യുമ്പോൾ ഒരു മോൾ അല്ലെങ്കിൽ 63 ഗ്രാം കോപ്പർ, കോപ്പറിന്റെ അറ്റോമിക് മാസ് ആണ് 63. അപ്പോൾ 63 ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും എന്നാണ് അർത്ഥം. അപ്പോൾ മാസ് ഓഫ് കോപ്പർ 900 കൂളംബിൽ എത്ര മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? അതായത് 2 into 96,400 63 ഗ്രാം ആയി. അപ്പോൾ ഒന്നില് 63 by 2 into 96,487 അല്ലെങ്കിൽ 96,500 അത് ചെയ്യുമ്പോൾ ഒരു കൂളംബിന്റെ കിട്ടി. അപ്പോൾ ഒരു കൂളംബ് മാറി 900 കൂളംബ് ആണെങ്കിൽ ഇൻറ്റു 900 ന്യൂമറേറ്ററിൽ ഇൻറ്റു 900 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. സിമിലർ കേസാണ്, ലിമിറ്റിംഗ് റിയേജന്റിന്റെ കണക്ക് ചെയ്യുന്ന സിമിലർ കേസാണ്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് നോക്കാം. Products of electrolysis depend on the nature of material being electrolyzed and type of electrodes. Electrolysisന്റെ പ്രോഡക്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിന്റെ നേച്ചറും ഇലക്ട്രോഡ്സിന്റെ ടൈപ്പും ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫ് ദ ഇലക്ട്രോഡ് ഈസ് ഇനേർട്ട്, അത് നമ്മൾ പഠിച്ചു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇനേർട്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാറ്റിനം പോലത്തെ ഇനേർട്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നു, പ്ലാറ്റിനം ഗോൾഡ് പോലത്തെ. അപ്പോൾ പ്ലാറ്റിനം ഗോൾഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇനേർട്ട് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോൺസിന്റെ സോഴ്സോ അല്ലെങ്കിൽ അതിനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു പാത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഇനേർട്ടാണ്. ഇനേർട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ റിയാക്റ്റീവ് അല്ല. അപ്പോൾ വേറൊരു ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ ഇലക്ട്രോഡ് ഈസ് റിയാക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഇലക്ട്രോഡ് റിയാക്ഷനിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് മേ ബി ഡിഫറെൻറ്റ് ഫോർ റിയാക്റ്റീവ് ആൻഡ് ഇനേർട്ട് ഇലക്ട്രോഡ്സ്. ഇനേർട്ട് ഇലക്ട്രോഡ്സിനും റിയാക്റ്റീവ് ഇലക്ട്രോഡ്സിനും ഇലക്ട്രോളിസിന്റെ പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആണ്. ഇനി പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിന്റെ പ്രോഡക്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് on the different oxidizing and reducing species.
depend on the different oxidizing and reducing species present in the electrolytic cell and their standard electrode potentials. അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലിലുള്ള ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസിനെയും അതിൻ്റെ പൊട്ടൻഷ്യലി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ സം ഓഫ് ദ ചില ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ് ഫീസിബിൾ ആണെങ്കിലും അവ കൈനറ്റിക്കലി ടേക്ക് പ്ലേസ് ചെയ്യില്ല എന്ന രീതിയിൽ കാണപ്പെടും. അതാണ് ഇവിടെ പറയുന്നത് ആർ സോ സ്ലോ കൈനറ്റിക്കലി ദാറ്റ് അറ്റ് ലോവർ വോൾട്ടേജസ് ദീസ് ഡു നോട്ട് സീം ടു ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓവർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ലോ പൊട്ടൻഷ്യലിൽ ഫീസിബിൾ ആണെങ്കിൽ പോലും അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഓവർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ കൊടുക്കണം. which makes such processes more difficult to occur. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. മോൾട്ടൻ NaCl എടുക്കുക. പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ആർ സോഡിയം മെറ്റൽ ആൻഡ് ക്ലോറിൻ ഗ്യാസ്. മോൾട്ടൻ NaClന്റെ ഇലക്ട്രോളിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസാണ് നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാറ്റയോൺ ആണ്, അത് Na+ അയോൺ ആണ്, വിച്ച് ഇസ് റെഡ്യൂസ്ഡ് അറ്റ് ദ കാത്തഡ്. ഒരു ആനയോൺ ആണ്, അത് Cl- അയോൺ ആണ്, അത് ആനോഡിൽ ഓക്സിഡൈസ്ഡ് ആവുന്നു. ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് aqueous sodium chloride solution, aqueous sodium chloride solution ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ ഹൈഡ്രജനും കിട്ടുന്നു. അപ്പോൾ ഇൻ ദിസ് case, besides Na+ and Cl- ions, Cl- ions Na+ ions കൂടാതെ നമുക്ക് H+ OH- ions സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഒപ്പം കിട്ടുന്നു. അതായത് H2O മോളിക്യൂൾസ് ഉണ്ടാവുന്നു. അക്വസ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മോൾട്ടൻ NaCl എടുത്തു. സെക്കൻഡ് കേസിൽ അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കാത്തോഡില് എന്തൊക്കെയാ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള അയോൺസ് ഉണ്ട്. ഒന്ന് Na+ഉം Cl-ഉം, അതുപോലെ അക്വസൈൻ്റെ H+ OH-. ഇപ്പോൾ കാത്തോഡില് റിഡക്ഷൻ റിയാക്ഷനിൽ രണ്ടെണ്ണം കോമ്പറ്റീറ്റ് ചെയ്യും റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് Na++ ഇലക്ട്രോൺ ഗ്യാസ് Na ആൻഡ് H++ ഇലക്ട്രോൺ ഗ്യാസ് ½ H2. അപ്പോൾ ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ഓൾവേസ് പ്രിഫറബിൾ അല്ലേ കാത്തോഡിൽ. അപ്പോൾ ഇവിടെ Na+ അയോൺസ് ഒരിക്കലും നടക്കില്ല, കാരണം അതിന് മൈനസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെ റെഡ്യൂസിങ് പ്രോസസ് ആണ് കാത്തോഡിൽ നടക്കുക. H++ ഇലക്ട്രോൺ ഗ്യാസ് ½ H2. അപ്പോൾ H+ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് H2 ഡിസോസിയേഷനിലാണ്. അപ്പോൾ അതിൻ്റെയും റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. H2 H++ OH- എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നെറ്റ് റിയാക്ഷൻ ഈ കേസിലത്തെയും H++ ഇലക്ട്രോൺ ഗ്യാസ് H2 എന്നും H2O+ ഇലക്ട്രോൺ H2O ഗ്യാസ് H++ OH-, അത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ H2O+ ഇലക്ട്രോൺ ഗ്യാസ് ½ H2+ OH- എന്ന് നമുക്കൊരു റിയാക്ഷൻ കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ ഇനി ആനോഡിൽ എന്താണ് നടക്കുക? ആനോഡിൽ എപ്പോഴും ചെറിയ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോഡ്സ് ഇലക്ട്രോഡ് റിയാക്ഷൻസ് കോമ്പറ്റേറ്റ് ചെയ്യും ഓക്സിഡൈസ് ആകാൻ. ഒന്ന് ക്ലോറൈഡ് ഗിവ്സ് ½ Cl2+ ഇലക്ട്രോണും പിന്നെ 2H2O ഗിവ്സ് O2+ 4H++ 4 ഇലക്ട്രോണും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.36 ക്ലോറിൻ്റെ ആണെങ്കിൽ പോലും ഓക്സിജന്റെ ഓവർ പൊട്ടൻഷ്യൽ കാരണം നമ്മൾ സെക്കൻഡ് റിയാക്ഷൻ പ്രിഫറബിൾ ആയിരിക്കില്ല ആനോഡിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിൻ ആയിരിക്കും ആനോഡ് റിയാക്ഷൻ ആയിട്ട് എടുക്കുന്നത്. Reaction at anode with a lower value of electrode is preferred. Water should get oxidized in preference to chloride anion. However, one
however, on account of over potential of oxygen is preferred. Thus, the net reactions may be summarized as താഴെയുള്ളതാണ് നെറ്റ് റിയാക്ഷൻ. NaCl gives Na plus Cl minus. അതിൽ കാത്തോഡിലും ആനോഡിലും ഉള്ള റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മേലെ പറഞ്ഞതിനെ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെറ്റ് റിയാക്ഷൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NaCl plus H2O plus H2O gives Na plus OH minus plus half H2 plus half Cl2. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ECl minus ECl minus ക്യാൻസൽ ആയി. അപ്പോൾ എന്താ ഉള്ളത്? NaCl plus H2 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. പിന്നെ Na plus ഉണ്ട്. Na plus അതുപോലെ H2 half H2 OH minus അതുപോലെ half Cl2 മാത്രം. ഈ ഇലക്ട്രോണും ക്യാൻസൽ ആയി. അപ്പോൾ ഇത് ക്യാൻസൽ ആക്കേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യുക. അതായത് ലെഫ്റ്റും റൈറ്റിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആവും എന്നാണ് പറയുക. ഇത് പ്ലസ് മൈനസ് എന്നുള്ള ഒരു കേസ് പോലെ എടുക്കുക, മാക്സിന്റെ ഒരു കേസ് പോലെ. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആർ റിപ്ലേസ്ഡ് ബൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഗിവൺ ബൈ നേൺസ്റ്റ് ഇക്വേഷൻ 3.8. നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാൻ പറ്റും ബൈ കോൺസെൻട്രേഷൻ എഫക്ട്സ്. ഇനി ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഇതുപോലെ NaCl നമ്മളിപ്പോൾ എടുത്തത്, അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൽ സിമിലർലി ഇങ്ങനത്തെയൊക്കെയാണ് റിയാക്ഷൻ ഉണ്ടാവുക. ആനോഡില് ക്ലോറിൻ്റെയാണ് മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആനോഡിൽ 2H2O O2 plus 4H plus 4 ഇലക്ട്രോൺ ആയിരിക്കും. അതുപോലെ 2SO4 2 minus gives S2O8 2 minus plus 2 ഇലക്ട്രോൺ ആയിരിക്കും. For dilute acid 3.38 is preferred, but at a higher concentration of H2SO4 3.39 is preferred. രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ആനോഡിൽ ഉണ്ടാവും. ഹയർ കോൺസെൻട്രേഷനിൽ 3.39 അതായത് 2SO4 2 minus gives H2O8 2 minus plus 2 ഇലക്ട്രോൺ ആണ് പ്രിഫർ ആവുക. അല്ലെങ്കിൽ 2H2O ഫസ്റ്റത്തെ റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ആവുക. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ഇലക്ട്രോളിസിന്റെ പ്രൊഡക്ട്സും ഫാരഡേസ് ലോസും ആണ് പഠിച്ചിരിക്കുന്നത്. ഫാരഡേസ് ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതിന്റെ പ്രോഡക്ട്സ്, ഇലക്ട്രോളിസിന്റെ പ്രോഡക്ട്സ് വേണമെങ്കിൽ എൻട്രൻസിനൊക്കെ ചോദിക്കാം. അതുപോലെ സബ്ജക്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാരഡേസ് ലോസും കൂളം ഈ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ശരിക്കും നോക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്ത് കാര്യവും നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് നന്നായി മനസ്സിലാവുക, നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് എഴുതാൻ കഴിയുക. അപ്പം മനസ്സിലാക്കി എല്ലാം പഠിക്കുക, കാണാപ്പാഠം പഠിക്കരുത്. അപ്പോൾ ഇക്വലന്റ് വെയ്റ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. എല്ലാത്തിൻ്റെയും ഇക്വലന്റ് വെയ്റ്റ്സ് ഇങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ മെറ്റലിന്റെ എന്ന് പറഞ്ഞു, അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ. ഇപ്പൊ അതിന് ഇക്വലന്റ് വെയ്റ്റ്സിന്റെ പലതരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെയാണ് പറയണമെങ്കിൽ അതിന്റെ ഇക്വലന്റ് വെയ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ എഴുതാം? 98 ആണ് തോന്നുന്നു അതിന്റെ മോളിക്കുലർ മാസ്. അപ്പൊ ബൈ 2 ഇലക്ട്രോൺ ആണ്, 2H പ്ലസ് അല്ലേ. അപ്പൊ ബാലൻസ് അല്ല, അതിന്റെ ചാർജ് 2 ആണ്. അപ്പോൾ ബൈ 2 ചെയ്യുന്നു. അപ്പോൾ 49 ആണ് അതിന്റെ ഇക്വലന്റ് വെയ്റ്റ്. അപ്പൊ എല്ലാത്തിന്റെയും ഇതുപോലെയാണ് നമ്മൾ കാണുന്നത്. കാറ്റോൺ ആനിയോൺ എത്ര ഇലക്ട്രോൺ കൊടുത്തു വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ വരും. മേലെ അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. പിന്നെ ഇതിന്റെ ബേസിക് ആണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസിൽ ബേസിക് ആണ്. മെറ്റൽ എവിടെയാണ് ഉണ്ടാകുന്നത്? കാത്തോഡിലാണ് ഉണ്ടാകുന്നത്. ആനോഡിൽ ഡിസോൾവ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ശരി, അപ്പൊ ഇന്ന് എടുത്തത് ഒരിക്കലും വായിച്ചു നോക്കി
കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.